പൊതുമേഖലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ക്രോണിക് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു പുതിയ സാമ്പത്തിക വർഗം തന്നെ ഉയർന്നു വന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റപ്പോഴാണ്. 3 ഏജൻസികളാണ് അതിൻ്റെ അകത്ത് കൈയടക്കിയത്. 1 കോർപ്പറേറ്റുകൾ, 2 ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, ഇവർക്കാണ് ഓഹരി കിട്ടിയത്. 3ാമത്തത് വലിയ സമ്പന്നരായ ഇതിൻ്റെ ബ്യൂറോക്രാറ്റ്സ്, ഉയർന്ന ഉദ്യോഗസ്ഥ വൃന്ദം. ഈ 3 വിഭാഗമാണ് ഓഹരി വെച്ചെടുത്തത്. കോടാനുകോടി ഉറുപ്പിക, ലക്ഷക്കണക്കിന് കോടി. കാരണം ലക്ഷക്കണക്കിന് കോടി ഉറുപ്പികയുടെ മൂല്യമുള്ള സ്വത്താണ് ആയിരക്കണക്കിന് വിറ്റ് തുലച്ചത്. ബാക്കി മുഴുവൻ അവർ കൃത്യമായിട്ട് ഓഹരി വെച്ചെടുത്തു. ആ ഒരു സിസ്റ്റം കേരളത്തിലില്ല. പൊതുമേഖല വിറ്റ് ക്രോണിക് ക്യാപിറ്റലിസത്തിന് വളരാനുള്ള കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇല്ല. അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റൊഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പ്രവർത്തിപ്പിക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. അതും പൊതുമേഖല തന്നെയാണ് പൊതുവായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വേണ്ടി വരികയാണെങ്കിൽ അത് എത്രത്തോളം എങ്ങനെയെന്നുള്ളതെല്ലാം നല്ല വിശദമായ പരിശോധന നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുക.